മോദിയെ വാനോളം പുകഴ്ത്തിയ വ്യക്തിയാണ് പിഷാരടി. ഇതേ പിഷാരടിയാണ് ഇന്ന് മോദിയെയും BJPയെയും കുറ്റം പറയുന്നത്. ഇങ്ങനെ മാറാൻ പറ്റുമോ മനുഷ്യർക്ക്? പലസ്തീൻ വിഷയത്തിൽ ഗാസയ്ക്കൊപ്പമായിരുന്നില്ല പിഷാരടി. എന്നാൽ ഇപ്പോൾ പാലക്കാട്ടെ ന്യൂനപക്ഷ വോട്ടുകൾ തന്നിലേക്ക് എത്തിക്കാൻ അടവുകൾ 18 പയറ്റുകയാണ് പിഷാരടി. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കാട്ടി തന്റെ സ്വന്തം ആൾ എന്ന നിലയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുമായി എടാ പോടാ ബന്ധമുള്ളത് പോലെയാണ് പിഷാരടിയുടെ നാട്യം. രമേശ് പിഷാരടിയുടെ ലക്ഷ്യം മമ്മൂട്ടിയെ കാട്ടി ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ കൈപ്പത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. എന്നാൽ അമ്മ സംഘടനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിഷാരടിയുടെ ദയനീയ തോൽവി മമ്മൂട്ടിയും പിഷാരടിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാണിക്കുന്നുണ്ട്. അന്ന് മമ്മൂട്ടി വിചാരിക്കുകയാണെങ്കിൽ പിഷാരടിയെ ജയിപ്പിക്കാമായിരുന്നു. പക്ഷെ മമ്മൂട്ടി വിചാരിച്ചില്ല. അതിനർത്ഥം അത്രയ്ക്ക് ബന്ധമേ ഇവർ തമ്മിലുള്ളൂ എന്നാണ്. അമ്മ ഇലക്ഷനിൽ 506 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന 11 പേർ വിജയിക്കും. എന്നാൽ പിഷാരടി ഈ 11 പേരിൽ പോലുമില്ല. മമ്മൂട്ടി വിചാരിച്ചിരുന്നെങ്കിൽ പിഷാരടിയെ ഈസിയായി വിജയിപ്പിക്കാമായിരുന്നു. ആ പിഷാരടി പാലക്കാടെത്തി മമ്മൂട്ടിയെ വീഡിയോ കോളിൽ വിളിക്കുന്നു. മമ്മൂട്ടിയെ കാണുന്ന ജനങ്ങളും മാധ്യമങ്ങളും എല്ലാം ആവേശഭരിതരാകുന്നു. അത് താൻ ചെയ്യുന്നത് താൻ മമ്മൂട്ടിയുടെ സ്വന്തം ആളാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു. ഒരു ദളിത് പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ് നേരത്തെ രമേശ് പിഷാരടിയോടൊപ്പം ഇലക്ഷൻ പ്രചരണത്തിന് കൂടെ നടന്ന ആളാണ്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് രമേശ് പിഷാരടി നൽകിയ മറുപടി എന്താണെന്നോ? അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതൊന്നും ഇലക്ഷനെ ബാധിക്കുകയേയില്ല എന്നാണ്. അങ്ങനെ സ്ത്രീ പീഡകനായ ഒരാളെ പിഷാരടി രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളുടെ രക്തം തിളയ്ക്കുക സ്വാഭാവികമല്ലേ? കണ്ണകിയുടെ നാടായ പാലക്കാട് അത് പ്രത്യേകിച്ചും. ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിലും കൗൺസിലറായ പ്രക്ഷോഭം അവരുടെ സംഘടനാപരമായ സ്വാധീനവും ഭരണപരമായ അധികാരവും ഉപയോഗിച്ച് നടത്തിയ സ്ത്രീത്വത്തിനെതിരായ പ്രവർത്തനങ്ങൾ വെറും വ്യക്തിപരമാണെന്ന് പിഷാരടിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതറിയാനാണ് പാലക്കാട്ടെ സ്ത്രീകൾ രോഷത്തോടെ പ്രതികരിച്ചത്. പാലക്കാട് കണ്ണകിയുടെ നാടാണ്. സ്ത്രീത്വത്തെ അവഹേളിച്ചാൽ കണ്ണകിമാർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. വെറും രാഷ്ട്രീയത്തിന്റെ പേരിലല്ല. സ്ത്രീകൾ പിഷാരടിയോടും കൂട്ടരോടും പ്രതികരിച്ചതിന് പിന്നിൽ പല അർത്ഥങ്ങളുമുണ്ട്. സ്ത്രീത്വത്തെ അവഹേളിച്ചതിനാണത്. പണ്ട് സുരേഷ് ഗോപിയെ സ്ത്രീപീഡന കേസിൽ കുടുക്കാൻ ശ്രമിച്ച മാധ്യമവും മീഡിയ വണ്ണും സ്ത്രീകൾ പിഷാരടിയോട് ചോദിക്കുന്ന ഈ വീഡിയോ ദുഷ്ടലാക്കോടെ പ്രചരിപ്പിക്കുകയാണ്. പിഷാരടിക്കെതിരായ സ്ത്രീകളുടെ ഈ പ്രതികരണം ശോഭാ സുരേന്ദ്രന് ചെക്ക് വെക്കുമെന്ന രീതിയിലാണ് മീഡിയ വണ്ണും കോൺഗ്രസ് മാധ്യമ സെല്ലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയായി വന്ന ആൾ സ്ത്രീപീഡന വിഷയത്തിൽ നടത്തിയ നിരുത്തരവാദപരമായ ഈ പ്രതികരണം തുറന്നു കാട്ടപ്പെടുമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. ബാക്കി കണ്ടറിയാം.